അയ്യോ എൻ്റെ പൊന്നുമക്കളെ നടന്ന് തളന്ന് അവളെ ഊപ്പാട് വന്ന്. മോളെ, ഇതാണ് നമ്മൾ ഇന്ന് മുതൽ താമസിക്കുന്ന പുതിയ വാടക വീട്. ഇവിടെ ഞാനും നീയും മാത്രം. ഇവിടെ നമ്മൾ സ്വർഗം പണിയോടി, സ്വർഗം പണിയും. ഇവിടെ ഞാൻ പുറത്തു പോയി അരി സാധനങ്ങളൊക്കെ മാച്ചുകൊണ്ട് വരണ സമയം കൊണ്ട് ആരെങ്കിലും വന്ന് ഈ വാതിലിൻ്റെ അവിടെ വന്ന് വിളിച്ചാൽ വെളി ഇറങ്ങരുത്. ചെറുപ്പക്കാരില്ലാത്ത ഏരിയ നോക്കിയാണ് ഞാൻ വീട് എടുത്തേക്കുന്നത്, മനസ്സിലായല്ല? അഥവാ നീ വെളിയിലിറങ്ങി വന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ പരിസരത്ത് ഒരൊറ്റ ആണുങ്ങളും ഇല്ല. എന്റെ പുറകെ വന്ന് എന്റെ ഭാര്യ ഇല്ല. അയ്യോ, എന്റെ ഭാര്യ ഇല്ല. എന്റെ ഭാര്യയോടെ പോയി. ദൈവമേ, ഇതിനകത്തല്ല കയറി. നിമ്മി അണ്ണാ, ഞാൻ കണ്ണം കണ്ടാക്കെ 22:52. ഓക്കെ, എന്റെ ഭാര്യയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആരും കണ്ടില്ല. സംഭവം എന്താണെന്നറിയോ? ഞങ്ങള് പുതുതായിട്ട് വാടകയ്ക്ക് എടുത്ത വീടാണ് കേട്ടോ ഇത്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസേ ആയുള്ളൂ. ഇത് എത്രാമത്തെ വീടെന്നറിയാ? 5ാമത്തെ വീട്. കാര്യം എന്തെന്നറിയാ? ഇടിച്ചക്ക പ്ലാമൂടുള്ള സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞ് എനിക്ക് ഭാര്യ വാഴൂലെന്ന്. ജോത്സ്യം പറഞ്ഞ അച്ചിട്ടാണ്. പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു പുരുഷൻ വന്ന് നിന്റെ ഭാര്യ അടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. മനസ്സിലായി? അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഓരോ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴും ഞാൻ നോക്കും 4 സൈഡ് ചെറുപ്പക്കാരില്ലാത്ത വീട് നോക്കി ഈ ഏരിയ കണ്ടുപിടിച്ച് 22:52. മനസ്സിലായ? അതിന്റെ വിഷമം നിങ്ങൾക്ക് അറിഞ്ഞൂടാ? അല്ല, എനിക്ക് മനസ്സിലായില്ലേ. 2-3 പ്രാവശ്യം പറഞ്ഞില്ല 22:52. എന്താണത്? ഈ കിണയന് 52 വയസ്സും കെട്ടിയ പെണ്ണിന് 22 ആയിപ്പോയി. പക്ഷെ ജോത്സ്യം പറഞ്ഞ അച്ചിട്ടാണ്. ഇനി ചിലപ്പോ എവളെ എന്നെ ബ്ലോക്ക് ചെയ്ത് അപ്പുറത്ത് സൈഡിൽ കൂടെ വല്ലതും വീട്ടിൽ കയറിയാന്ന് അറിയണമല്ല. നിമ്മി മക്കളെ, എടി മോളെ, ദൈവമേ, ഇതെല്ലാം കൂടെ തലയെ കയറ്റി വെച്ചിട്ട് ഈ മനുഷ്യൻ ഈ മുതുകാലൻ ഇത് എവിടെ പോയതാണോ? ഞാൻ പറഞ്ഞതാ ഓട്ടോ എല്ലാം വിളിക്കാന്ന്. ഈശ്വരാ, ഇവിടെ ഇച്ചിരി വെള്ളം തരാൻ പോലും ആരും ഇല്ലയോ? ആണുങ്ങള് എന്റെ പൊന്നെ ചേച്ചി, എത്ര നാളായെന്നറിയോ കുറച്ച് മനുഷ്യന്മാരെ ഒരുമിച്ച് കണ്ടിട്ട്. എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു ചേട്ടാ 5 മാസമായിട്ട്. ചേട്ടന്റെ പേരെന്തുവാ? ബിജു. ഇവിടാണോ? സ്ഥലം ഇവിടാണോ? അല്ല, എന്റെ വീട് അണ്ടിപ്പള്ളിയാവും. അവിടാണോ? എന്നിട്ട് ഇവിടെ എന്തുവാ വായി നോക്കാൻ വന്നിരിക്കുവാണോ? വരാറുണ്ടോ? എപ്പോഴും വരാറില്ല, എന്നാലും ചേട്ടൻ കാണണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്ന. ചേട്ടന്റെ കൈയൊക്കെ ഒന്ന് കാണണോ? 1 എണ്ണം തന്നാടല്ലോ, അടുത്ത വാവിനെ എഴുന്നേക്കത്തുള്ളൂ. പിന്നെ അവിടെ ഒന്ന് എടുത്തു തരുമോ? തലയിൽ ഇതിരിക്കുന്നോണ്ട് എടുത്തു നോക്കണോ? അയ്യോ എന്റെ പെണ്ണുപിള്ളയുടെ കൂടെ എന്താ മറ്റവന്റെ? എന്റെ പെണ്ണുപിള്ളയുടെ കൂടെ മറ്റവന്റെ. എനിക്ക് വയ്യ. സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞ സംഭവിക്കാൻ പോണ്. അളിയാ, ഒരു 30 സെക്കൻഡ് മുമ്പ് പറഞ്ഞിട്ടല്ലേ അളിയാ പോയത്? അതിനു മുമ്പേ തേച്ചുണ്ടാക്കി വെച്ച് തന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ അളിയാ 22:52 അല്ല, കുടം വെച്ച് കൈ കൊടുത്ത കൊട എടുത്തു കൊടുക്കാ ഒരാള്, വാങ്ങിക്കാൻ വേറൊരാള്. വാടിങ്ങോട്ട്, ഇങ്ങോട്ട് വാ അളിയാ. എന്റെ അടുത്ത് വേണ്ടായിരുന്നു ഈ ചതി കേട്ടാ. ഞാൻ മാന്യമായിട്ട് ഞാൻ പറയും, എന്റെ അവസ്ഥ പറഞ്ഞില്ല അളിയാ. ആ പുള്ളി ഭയങ്കര ശല്യം ചേട്ടാ, കുടം എടുത്ത് തരാന്നൊക്കെ പറഞ്ഞു. ശല്യോ? ഈ കുടത്തിന് എന്താ കുഴപ്പം? കനമായിരുന്നു, തലയിൽ ഇതിരിക്കുന്നുണ്ട്, എടുത്തു തരാൻ പറഞ്ഞു. ഭയങ്കര കനോ? ഇവിടെ നോക്കട്ടെ. എടാ, 50 ഗ്രാം കടുവിന് ഇതിനേക്കാളും കനമുണ്ട്. നമുക്ക് എടുക്കാൻ വയ്യ. ആണ്ട് അടക്കണം നിന്റെ കുടം. നടുവിന് ഒരു ഗുരുവില്ലേ എപ്പോഴും? ഇപ്പൊ ഒരു കുഴപ്പമില്ല നടുവിന്. ചേട്ടാ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. ഞാൻ അടുത്ത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി. ഇതിപ്പോ എത്രാമത്തെ വീടാ മാറുന്നത്? ഇതിപ്പം എല്ലാം കൂടെ ചേർത്ത് 5ാമത്തെ വീട്. കണ്ടോ, എനിക്ക് ഇതെല്ലാം കൂടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് മടുത്ത്. എനിക്ക് വയ്യ. ഇടിച്ചക്കപ്പിലാമൂട് സുരേന്ദ്രൻ ഞാൻ പറയണ കേട്. സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞ നിനക്കറിയാല്ല? എന്ത് പറഞ്ഞു? വാസയോഗ്യമായ വീട്ടിലേ താമസിക്കാവൂ, ഇല്ലെങ്കിൽ മന്ദാകിനി വരുമെന്ന്. മന്ദാകിനിയോ? ആരുടെ അങ്ങനെ പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞേ? ഞാൻ മന്ദാകിനി പറഞ്ഞു. അയ്യോ, മാനഹാനി വരുമെന്ന്. മനസ്സിലായ? അല്ലാതെ നിങ്ങൾക്ക് എന്നെ ഡൗട്ട് ഉണ്ടായിട്ടല്ല. ചെറിയ രീതിയിലൊക്കെ അതല്ല, ജോത്സ്യം പറഞ്ഞ അച്ചിട്ടാണ്. അതാണ് നമ്മൾ ഓരോ ജോത്സ്യനെ പറഞ്ഞ എല്ലാം കേട്ടിട്ടായിരുന്നല്ലോ നമ്മൾ ആ വെളിയനാട് വീടെടുത്ത്. ആ വീടിന് എന്തായിരുന്നു പ്രശ്നം? വെളിയനാട് വീടിന് ഒരു ചുക്കും ഇല്ല. ഇടുക്ക് വീടായിരുന്നു. അളിയാ, ഹാളിലിരുന്ന് ജനല് തുറക്കാൻ പറ്റൂലേ? തുറക്കണതും മുകേഷിന്റെ ഫിഗറിട്ടുണ്ട് ഒരു സുരേഷ് വെളിയിൽ. പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല. വൃത്തികെട്ട നോട്ടം. എന്തുവാ കേട്ടോ, നമ്മൾ പുതിയതായിട്ടൊരു വീട്ടിൽ കയറുമല്ലോ, ഇങ്ങനെ എന്തുവാ വഴക്കിട്ട് കയറാവോ? അതൊക്കെ കള. എന്തേടി അതൊക്കെ കളയാൻ പറഞ്ഞു? ഏത് കളയാൻ പറഞ്ഞു? പക്വതയില്ലാത്തതിനെ കെട്ടിയെടുത്ത് ഞാൻ അത് കളയാനാണാ പറഞ്ഞത്. നമ്മൾ സംസാരിച്ചോണ്ട് വന്ന ടോപ്പിക്ക് കളയാനാണ് പറഞ്ഞത്. ഇത് എന്റെ ഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞ രീതി അതല്ല അവള് കേട്ടത്. അത് വിട് 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 വിട്.
ഇടാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. എന്തു കേട്ടോ? വന്ന് ആരെങ്കിലും ഒന്ന് എടുത്ത് കൊടുത്ത് നമ്പർ വാങ്ങിച്ചോണ്ട് പോടെ. ഇവിടെ മെയിൻ ഉദ്ദേശം അതാണ്. അതാണ് എന്ന് വെച്ചാ സംശയരോഗിന്ന് ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിൽ ഐശ്വര്യത്തോടെ കയറാൻ പോവില്ലേ? എന്തിന് വഴക്കും വക്കാണോ ഒക്കെ മാന്യമായിട്ടല്ലേ നമ്മൾ ഇനി ഒരു വർഷം ജീവിക്കാനുള്ളതല്ലേ? പിന്നെ നിനക്ക് മനസ്സിന് സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടാ. നമ്മൾ ഇന്നു മുതൽ പുതിയൊരു യാത്ര പോകുകയാണ്. ഒറ്റയ്ക്കൊന്ന് പോയേച്ചാ മതി. വന്ന് കയറി 10 മിനിറ്റ് ആയോ? എന്റെ കാലൊക്കെ കണ്ടോ നീര് വെച്ചു. എനിക്ക് വയ്യന് പോകാനായിട്ട്. ചോറൊക്കെ കൊണ്ടിട്ട് വേണമെങ്കിൽ വൈകുന്നേരം പോവാം. നീ എവിടെ കെട്ടിയെടുത്തോണ്ട് പോണ കാര്യം പറഞ്ഞു? പുതിയ യാത്രയ്ക്ക് കണ്ടു പോകുന്നു പറഞ്ഞു. എടി മരപ്പാത്തെ, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ താമസത്തിന് കയറിയല്ലേ? ജീവിതമാകുന്ന യാത്ര നമ്മൾ ഇന്നോട്ട് തുടങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓ, ഈ ജീവിതമാകുന്ന യാത്ര ഇങ്ങനെ നൗകയിൽ ഇങ്ങനെ ഉല്ലസിച്ച് നമ്മൾ പോകുമ്പോ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കയറി ഇങ്ങ് വരും. 2 കൈ നീട്ടി സ്വീകരിച്ചോളണം. അതങ്ങ് പരിമല പള്ളി പോയി പറ. നിങ്ങളെ തള്ള ഇങ്ങോട്ട് ഞാൻ കേട്ടതില്ല. അവരെ കൊണ്ടുവരുന്ന കാര്യമല്ല. മിണ്ടരുത്. ആ തള്ളയുടെ ഗുണാധികാരം എന്നെ കൊണ്ട് പറയിപ്പിക്കാം. മിണ്ടരുത് കേട്ടോ. ഇടി, ഞാൻ ആ അതിഥിയുടെ കാര്യമാണോ പറഞ്ഞത്? നീ ഇങ്ങോട്ട് പ്രേമൗട്ടാവാതെ. ഞാൻ അതാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ജീവിതമാകുന്ന നവകയിലൂടെ ഉല്ലസിച്ച് അങ്ങനെ പോകുമ്പോ കൊച്ചുണ്ടാവൂലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് ഈ വയസ്സാം കാലത്ത് ആർക്കടി വയസ്സായത്? നിനക്കൊരു കാര്യം അറിയാ? വെളിയിൽ ഇന്ന് വരെ വിടാത്തൊരു രഹസ്യമാണ്. കേരളത്തിൽ 3 പേർക്കാണ് ഇന്ന് വരെ വയസ്സാവാത്തായിട്ടുള്ളത്. ഒന്ന് മമ്മൂട്ടി, പിന്നെ ഒന്ന് ഞാൻ, പിന്നെ കലാപം പ്രചോദനം. 3 പേർക്കും പൈസാവില്ല. ഈ സാധനങ്ങളൊക്കെ പരിക്കിട്ട് നമുക്ക് പെട്ടെന്ന് പാല് കാച്ചി ഐശ്വര്യത്തോടെ ജീവിതം തുടങ്ങാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാല് കാച്ചണ്ടേ? വേണ്ട. അത് എന്റെ പൊന്നി ചേച്ചിമാരെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഞങ്ങൾ എടുത്ത് കവറ് പൊട്ടിച്ച് ആ പാല് പാത്രത്തിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത വീട് മാറാന്ന് പറഞ്ഞ മനുഷ്യനാ. ഇയാളെ വിശ്വസിക്കാവോ? അത് കാര്യം എന്താണെന്ന് അറിയാമോ? നല്ല ഇടുക്ക് 2 പേര്. നമ്മളെ മറ്റേ സീരിയലുണ്ട്, ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കണം. കറക്റ്റ് ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കണം. നല്ല ഐശ്വര്യമുള്ള പിള്ളേര്. അവന്മാരെ നോട്ടം ശരിയല്ല. അതാണ് ഞാൻ അവർക്ക് മാറിയത്. അതുപോലത്തെ ഏരിയൊന്നും അല്ല ഇത്. പിന്നെന്തുവാ? എടി കിടുക്കാച്ചി ഏരിയാണ്. ഒരൊറ്റ പയ്യന്മാരെ ഇവിടെ കിട്ടൂല. ദൈവമേ, ആളും അനക്കും ഇല്ലാത്തടത്താണോ വന്ന് കിടക്കുന്നത്? പിന്നെ കണ്ണുറന്ന് അങ്ങോട്ട് നോക്ക്. ഇവിടെ മനുഷ്യനെ വെട്ടിക്കീറി 4 പീസായിട്ട് ഇട്ടാ പോലും ഒരു മനുഷ്യൻ വരില്ല. അത്ര സൈലന്റ് ഏരിയ. തലക്കോളമാണോ? ആളും അനക്കും ഇല്ലാത്തടത്ത് വന്ന് കിടന്ന ഒന്നാമത് നിങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ ആയി. ഇന്നോ നാളെയോന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇരുന്ന ഇരിപ്പില് വല്ല ചേട്ടാ പറയട്ടെ. ഇരുന്ന ഇരിപ്പില് കയ്യോ കാലോ വല്ല ഉളുക്കി എടുത്തോണ്ട് ഓടാൻ എന്നെ കൊണ്ട് പറ്റുവോ? ആരെങ്കിലും ഒക്കെ വേണ്ടേ? പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നാളെ ഞാൻ ഒരു JCB മേടിക്കും. നീ നാളെ തൊട്ട് JCBയുടെ ഡ്രൈവിംഗ് പഠിക്കാൻ റെഡി ആയിക്കോ. JCB മേടിക്കും. ഞാൻ സുഖമില്ല, തലയിറങ്ങി പൈസ ആയില്ലേ, തലയിറങ്ങി എല്ലാം വീണ് കഴിഞ്ഞാൽ JCBയുടെ കയ്യിൽ എന്നെ കോരി എടുക്കണം, ആശുപത്രി കൊണ്ട് തള്ളണം, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടുന്ന് കോരി എടുക്കണം, റൂമിനകത്ത് കൊണ്ട് തള്ളണം. ഒരൊറ്റ പയ്യന്മാരെ കൊണ്ട് എന്റെ ദേഹത്ത് തൊട്ടുപോല്. സഹായത്തിന് വിളിക്കുകയും ചെയ്യരുത്. നീ ഇപ്പൊ ആലോചിക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ JCB പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ വരുമല്ലോ. JCB ക്യാൻസൽ. ജീവിതത്തിൽ നന്നാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ജോൽസിനെ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് മുഹൂർത്തം കറക്റ്റ് കയറാൻ പറ്റിയ മുഹൂർത്തമാണെന്ന് അറിയണ്ടേ? ഹലോ, അടച്ചക്കപ്പിലാമൂട് അല്ല ഈ ഇടിച്ചക്കപ്പിലാമൂട് സുരേന്ദ്രൻ ജോൽസിൻ? അതെ അതെ അതെ. ആ ജോൽസിന് എന്നെ മനസ്സിലായ എന്തോ? ഇല്ല. ഭാര്യ വാഴൂല എന്ന് പറഞ്ഞ ഓ ആ കിണാപ്പൻ. അത് തന്നെ നമ്മളെ ജോത്സ്യം പറഞ്ഞ പോലെ പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ ഒരുത്തൻ എന്റെ ഭാര്യ കൊണ്ട് പോകുന്നു പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ ഒരു 4-5 വീട് ആയി. ഇപ്പം 4 ചെറുപ്പക്കാര്. ഇപ്പൊ ഈ ഏരിയ കുഴപ്പമില്ല. ഇപ്പൊ അകത്ത് കയറാൻ പറ്റിയ മുഹൂർത്തമാണോ? എടാ നീയെങ്കിലും കേറാ. എന്റെ പെണ്ണും പുള്ള എന്നെ വെളിയിൽ നിർത്തിയേക്കുന്നു. അതെന്തിന്? ഇന്നലെ മെസ്സേജ് പൊക്കി. ചാറ്റ് പൊക്കിയാ? നീയെങ്കിലും കേറ്. നന്നായിരിക്കട്ടെ. അപ്പൊ നല്ല മുഹൂർത്തമല്ലേ? എടി ഐശ്വര്യത്തോടെ കയറി നല്ല മുഹൂർത്തം. കുടോ സാധനങ്ങളൊക്കെ എടുത്തോ, അടിച്ച് പൊളിക്കാം നമുക്ക്. സാധനമൊക്കെ അടിച്ചു പൊളിക്കാൻ പറഞ്ഞു. പക്വതയില്ലാത്തതിനെ കെട്ടിയ ഇങ്ങനെ തന്നെ ഇരിക്കൂടാ. ദൈവത്തിനാണ് എന്നെ 40 വയസ്സിന് മുമ്പേ കെട്ടിക്കോളണം. എല്ലാം പക്വതയില്ലാത്ത ഇപ്പൊ നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ല. അന്ന് നിന്നത് എവിടെയെന്ന് കണ്ട? റൊമാൻറ്റിക് അല്ലെന്ന്. എന്റെ റൊമാൻറ്റിക് ഉള്ളിലുണ്ട്, അറിയാം. ഉള്ളിന്ന് പറ. ഐ ലവ് യു. ആനൊക്കെ എടുത്തുണ്ട്. വാ 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 വാ. വായോ നിറത്തിങ്കളേ നറുപൈതലേ ഇനി എന്നുമെന്നല്ലേ ഒളിമിന്നി നീ എന്നുള്ളിലാകെ. ഷോ ആരെയും കാണുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇതെന്തോ ചെയ്യൂന്ന് നോക്കിയാണ്. ഇക്ക,
ഒരു കുപ്പി വെള്ളം തരുവോ? കുഞ്ഞിന് കൊടുക്കാനാണോ? കുഞ്ഞ് അയ്യാതെ കുഞ്ഞ് കയ്യിലിരിക്കുന്നേ? ഇത് കുഞ്ഞൊന്നുമല്ല, ഫുള്ള്. ഒന്നാമതേ ആണുങ്ങൾക്ക് ബസ്സിൽ കയറാൻ പറ്റൂല, അപ്പൊ മദ്യം കൊണ്ട് കയറ്റുവോ? നേരെ ഞാൻ ഫുള്ള് മേടിച്ച് കൊച്ചെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ ബസ്സിൽ. ചേച്ചിമാരെല്ലാം എനിക്ക് എഴുന്നേറ്റ് തന്ന സീറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തുവാ കൊച്ചിന് ഓരോ ഉമ്മ കൊടുക്കുന്ന പേര് ഇതാണോ സ്ട്രോ. ഇതിലിങ്ങനെ അങ്ങ് പിടിപ്പിക്കും. എന്നിട്ട് ബസ്സിലിരിക്കും. ആൾക്കാരെ കാണുമ്പോ മക്കളെ ചക്കരെ ഒരു ഉമ്മ ഒരു ഉറിഞ്ചല് 90 അകത്ത്. ഇപ്പൊ തന്നെ 3 പെഗകത്ത് പോയി. ദൈവത്തോർത്ത് കുടിയന്മാരൊന്നും ഇത് അനുകരിക്കില്ലേ. ഇയാള് പോയെ ഒരു പുതിയ താമസക്കാരാ വീട്ടിൽ വന്നിരിക്കുക. ഈ വീട്ടിൽ താമസക്കാർ വന്നോ? വന്നിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്തായിരുന്നല്ലേ. എന്തോയാലും താമസക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. ഓ, ദൈവമേ, മദ്യം കാണാതെ ഒളിപ്പിച്ചു വെക്കാം. ഹലോ ഹലോ, അകത്താരാ? അകത്താരും ഇല്ല. അകത്താരും ഇല്ലേ? വെളിയിലാരാ? വെളിയിലും ആരും ഇല്ല. അങ്ങനെ അങ്ങ് പുളുത്തണ്ട. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അടങ്ങി വന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിരിവുകാരും ശമ്പളക്കാരും ഓരോരുത്തർ. കണ്ണൻ ചേട്ടാ, കണ്ണൻ ചേട്ടാ, കണ്ണൻ ചേട്ടാ. അണ്ണാ, എത്ര നാളായെണ്ണാ കണ്ടിട്ട്? 3-4 വർഷമായില്ലയോ? 5 വർഷമായി. ഒരാഴ്ച താടി മീശൊക്കെ വെച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അയ്യോ, അതെ അതെ. ആരെന്ന് മനസ്സിലായ? ഇത് ഞങ്ങളുടെ കൺട്രാക്ടായിരുന്നു പണ്ട് പണി സൈറ്റ്. ഇങ്ങനെ അവിടെ മേച്ചിരി പണിക്ക് കൂടെ പോയ കയ്യാള് ഞാനായിരുന്നു. അയ്യോ, എന്തു രസമായിരുന്നു അന്ന്. രാജേഷ്, എന്നാൽ ഇവിടെ നിന്റെ വീട് കിളിമാനൂരല്ലേ? ആരെന്ന്? ഇവിടെ എന്ത് ടൂർ വന്നതാ? അതല്ലെണ്ണാ, ഞാൻ കിളിമാനൂരായിരുന്നല്ലോ. പെട്ടെന്ന് എന്റെ വരുമാന മാർഗം അങ്ങ് നിലച്ച്. ഉള്ള ജോലി പോയി കാണുമല്ലേ? അല്ല, അച്ഛൻ മരിച്ച്. അതുകൊണ്ട് പുള്ളിയായിരുന്നല്ലോ എന്റെ വരുമാന മാർഗം. തന്റെ പറ്റിച്ച് കള്ളച്ചോറ് തിന്നുന്നവനെ. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോ അമ്മ വിധുബാലയായല്ലോ. ഇതുപോലെ അല്ല, വിധു പ്രതാപ്. ഇപ്പൊ ഇത് ആരെന്ന്? ഈ അമ്മ ഇങ്ങനെ അച്ഛൻ മരിക്കുമ്പോ ആവുമല്ലേ വിധവ. വിധവ വിധവ വിധവ. അങ്ങനെ ആയപ്പോ മാമൻ പറഞ്ഞു, ഇനി അവിടെ കിടന്ന് നിൽക്കണ്ട, ഇവിടെ ഇങ്ങി വീട്ടിൽ വന്നോ. മാമൻ ഇവിടെ താമസിക്കുന്നേ അടുത്താണ്. ഇവിടെ നിന്ന് നമ്മള് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാ അതുകൊണ്ട് അവിടെ കണ്ട അവിടെ സുമതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അവിടെ ഒരു വളവുണ്ട്. എന്തുവാ സുമതി വളവല്ലേ? ഇതെങ്ങനെ പറ്റുന്നു? EMI കടവൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വരുന്നത്. എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നീ പോണില്ലേ ഇവിടുന്ന്? അല്ല, പോണില്ലേ ഇവിടുന്ന്? എവിടെ എന്തിനു പോണത്? അല്ല, നീ ഇവിടുന്ന് വിടുന്നില്ലേ? എനിക്കിവിടെ ഉണ്ട്, ഇവിടെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ ക്രിക്കറ്റ്? ഇവിടെ ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ല, പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ വന്നു. ഇവിടെ 19 പയ്യന്മാരിപ്പോ വരും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. ഈ തരിച്ചു ഭൂമിയില്ല. ആര് പറഞ്ഞു തരിച്ചു ഭൂമിയെന്ന്? ഞാൻ നേഴ്സിട്ടൊക്കെ തന്നെ. ഇന്നായതുകൊണ്ടാണ് 50. ശനി ഞായറാഴ്ച പണിയില്ല. 100-150 പേര് കാണും ഇവിടെ. ഇവിടെ വേറെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഇവന്മാരെല്ലാം ഫുൾ ടൈം അവിടെ അല്ലയോ. അവിടുത്തെ ചേച്ചിയായിട്ട് 3 അവന്മാരായിരുന്നു ലൈറ്റ്. ഇത് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാല്ലേ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എന്നാലും ഈ പണി സൈറ്റിന്റെ കാര്യം പറയാം. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് നീ അങ്ങ് മുതുക്ക് മുറ്റടിച്ച് നടക്കണായിരിക്കും അല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞില്ലണ്ണ. കഴിഞ്ഞില്ലേ? ഇല്ല, എന്റെ നാള് പൂരമായിരുന്നല്ലോ. അപ്പൊ ഒരു ജോത്സ്യം പറഞ്ഞു. നമ്മുടെ അടുത്ത ജോത്സ്യൻ ഏതാ? നമ്മുടെ ഒരു ജോത്സ്യം ഉണ്ടായിരുന്നല്ലേ? അയ്യോ, അത് മറ്റേ ഇടിച്ച കാപ്പിലാമോട് സുരേന്ദ്രൻ അയ്യോ, പുള്ളി പറഞ്ഞ അച്ചട്ടാ. പുള്ളി പറഞ്ഞ് പൂരനാളിലുള്ള നിനക്ക് ഏതോ ഒരു കിണയെന്ന് ഒരു പെണ്ണിനെ കൊണ്ട് നിന്റെ കയ്യെ തരുമെന്ന്. പറഞ്ഞ കറക്റ്റ് ആണെന്നേ. കറക്റ്റ് തന്നെ, പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ ഫാമിലിയായിട്ട് കാര്യമായിട്ടാണ് അണ്ണ. നമ്മളെ സൈറ്റിൽ നിന്നൊക്കെ പോയതിനു ശേഷം എങ്ങനെയാണ് കാര്യങ്ങള്? രജനി അറിയാമോ? പിന്നെ ദേഹം മുഴുവൻ വരച്ച് കുരച്ച് ഞാൻ 4 പ്രാവശ്യം കണ്ടു. ഏത് സൂര്യയുടെ ഗജനി? സൂര്യയുടെ ഗജനി അല്ല, രജനി എന്ന് പറയുന്നേ ഞങ്ങളുടെ വകയിലെ കുഞ്ഞമ്മേ. ആരുടെ അതൊക്കെ? നിങ്ങളുടെ പഴയ ലൈൻ. എന്റെ ബന്ധത്തിലെ കുഞ്ഞമ്മയാ. പണ്ട് പണി സൈറ്റ് ഞാൻ ഇങ്ങനെ മെക്കാട് പണിക്കൊക്കെ കുഞ്ഞമ്മ ഇങ്ങനെ തൂക്കുപാത്രത്തിൽ കഞ്ഞിയും കൊണ്ടുവരും. പുള്ളി 3ാമത്തെ നിലയിലിരുന്ന് പെയിന്റ് അടിച്ചോണ്ടും തേച്ചോണ്ടൊക്കെ ഇരിക്കും. കുഞ്ഞമ്മ ഇതുവഴി പോയി. പുള്ളി താഴോട്ട് നോക്കി. കുഞ്ഞമ്മയെ ഇഷ്ടപ്പെട്ട്. കുഞ്ഞമ്മ ഒറ്റ നടത്തേനെ കുഞ്ഞമ്മയ്ക്കും പുള്ളിയെ ഇഷ്ടപ്പെട്ട്. രണ്ടും കൂടി മുടിഞ്ഞ പ്രേമമായിരുന്ന ആ സമയത്ത്. അവസാന സമയപ്പോ എന്റെ രജനി കുഞ്ഞമ്മ ചതച്ചിട്ട് പോയി ഇയാള്. അല്ല, അത് സംഭവം ഒന്നും അറിയാമോ? ശകല ഏജ് ഓവർ ആയിരുന്നു. കുഞ്ഞമ്മയ്ക്ക് 40 വയസ്സുണ്ടായിരുന്നു. അത്ര തന്നെ. പിന്നെ പറയണ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എത്ര ഉണ്ട്? 52. അത് കൂടുതലല്ല, ഞാൻ പറഞ്ഞേക്കാം. നീ പോണില്ല എപ്പോഴും? ഇവിടുന്ന് പോകുന്നില്ല. ഞാനിത് അണ്ണം വന്ന് ആരോട് പറയും? ഇവിടെ നമ്മുടെ കൺട്രാക്ടാണ് വന്ന ചെടായി പാടേ. ഒരു മനുഷ്യനടുത്ത് പറയല്ലേ? എന്തോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോടെ ജീവിച്ചോട്ട്. 2 സാധനം വെളി കിടക്കണ എടുത്ത് വെച്ചോട്ട് വരട്ടെ. 2 സാധനം വെളി കിടക്കണ എടുത്ത് വെച്ചിട്ട് വരട്ടെ. മക്കളെ, ഒരു ഫുള്ള് സാധനങ്ങളൊക്കെ പറക്കി വീട്ടിനകത്തോട്ട് വെയ്. മക്കളെന്നാ? അപ്പ ഫാമിലി ഉണ്ട്, കുടുംബമായിട്ട് ജീവിക്കുന്നു. മനഃപൂർവ്വമാണോ എന്റെ രജനി കുഞ്ഞമ്മ ഇവൻ ചതിച്ചത്? കൺട്രാക്ട് രജനി കുഞ്ഞമ്മയുടെ കണ്ണീരിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, ഞാൻ പറഞ്ഞേക്കാം. തലയിലടിക്കുന്ന ഡൈ അവിടെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അരവണയാന്ന് വിചാരിച്ച് ഞാനിപ്പോ ഡൈ എടുത്ത് തിന്നിരുന്നെങ്കിലോ ആരും ഉത്തരവാദിത്തം പറഞ്ഞേനെ.
അല്ല നോക്കിയ. അല്ല സാംസങ്. കൊച്ചേ നോക്കിയാന്ന്. അല്ല സഞ്ജു സാംസങ്ങിനെ പോലുണ്ട്. ആണോ? ആ. ചേട്ടാ ഞാൻ ഈ വെങ്ങാനൂരിൽ നിന്നാണ് ഈ കളി പഠിച്ചു തുടങ്ങിയത്. ഈ വർഷത്തെ 2020 ഞാൻ അങ്ങ് എടുത്ത് എന്നെ പലർക്കും വേൾഡിൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഫേമസ് ആണ്. ഇനി തിരിച്ച് ഞാൻ വെങ്ങാനൂര് പോകുന്നുണ്ട്. ചേട്ടാ ശബ്ദം അതുപോലുണ്ട് ചേട്ടാ. എല്ലാരും പറയുന്നുണ്ട് ഫിഗർ കറക്റ്റ്, ശബ്ദം കറക്റ്റ് എന്ന്. എന്താണ് പേര്? ഇമ്മി. അത് മഴ നനഞ്ഞത് കൊണ്ടായിരിക്കും. എന്ത്? തുമ്മി എന്ന് പറഞ്ഞു. അല്ല എന്റെ പേരാ പറഞ്ഞത് ഇമ്മി. ആ കോമഡിയിൽ അങ്ങ് വീണി. ഈ ശബ്ദം ഒന്ന് മാറ്റി പിടിച്ചോട്ടെ. ആ, മാറ്റി പിടിച്ചു. അവസാനം വരെ പിടിച്ചു കഴിഞ്ഞാൽ സംഭവം പൊളിയും. അതുകൊണ്ടാണ് കേട്ടാ. എന്നാ? ഒരു മിനിറ്റ്. ദൈവമേ, സംഭവം ചെയ്തോട്ടാ. ആ. ക്യാപ്പിട്ട്. എന്റെ രജനി കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തവരെ കണ്ട ക്യാപ്പിട്ട് സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ക്യാപ്പിട്ടത്. ചിരിക്കൂ ചിരിക്കൂ. കണ്ട്രാക്കേ, ഇത്രയും കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുണ്ടല്ലേ? എന്റെ രജനി കുഞ്ഞമ്മയെ ചതിച്ചത് കൊണ്ട് നിന്റെ ഈ മോളെ ഞാൻ പ്രേമിച്ച് കെട്ടു. നോക്കി ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ട് കൊടുത്തു. ഇപ്പോ എന്തോ നിന്നല്ല പട്ടിയെ വിളിച്ചത്. അല്ല എന്റെ വീട് അവിടെ ഇല്ലേ? ചേട്ടാ ഇങ്ങോട്ട് ഓടി ചേട്ടാ. എന്തോ ചേട്ടാ അങ്ങോട്ട് പോ. ആര് കാണുന്നു? അയ്യോ, എവിടെ തടിക്കൂ? സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് മനുഷ്യന്റെ ഊപ്പാട് വരുന്നത്. അയ്യോ എന്റെ ദൈവമേ. പോയില്ലേ? നീ പോയില്ലേ ഇവിടുന്ന്? ഇവിടുന്ന് എന്തോ പണ്ട് പണി സൈറ്റ് കൺട്രാക്ട് ഉണ്ടായിരുന്നു. സത്യം പറയല്ലോ, കൺട്രാക്ടിന് ഞാൻ എന്റെ അച്ഛനായിട്ടാ കണ്ടേക്കണേ. അച്ഛനാ? മോളെ കെട്ടണമല്ലോ, ഇതൊക്കെ ഉള്ളു ഐഡിയ. മറന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ നാള് പൂരമാണെന്ന്. ആ. എന്റെ ടേസ്റ്റിനൊത്ത് ഒരു പെണ്ണിനെ കിട്ടിയില്ലെന്ന്. ഓ, ഒരു പെണ്ണിനെ കിട്ടി. പെണ്ണ് കിട്ടിയാ? നിന്നെ കൊണ്ടൊരു പെണ്ണിനെ എനിക്കിപ്പോ കെട്ടിക്കണം. കാര്യം എന്റെ ആവശ്യം അതാണല്ല. പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ടോ? പെണ്ണിനെ ഞാൻ കണ്ടുവെച്ചു, എനിക്ക് ഇഷ്ടമായി. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. മനസ്സിലായ? പെണ്ണിന്റെ വീട് എവിടെയാണ്? പെണ്ണിന്റെ വീട് എവിടെയാണ്? ഇങ്ങനെ വിരൽ നീട്ടിയാ തൊട്ടടുത്താ. തൊട്ടടുത്താണോ? അങ്ങനെ ആവുമ്പോ നമുക്ക് യാത്രാ ചെലവ് ലാഭിക്കാം. പിന്നെ ഭയങ്കര ചെലവാണ്. നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ കൂടെ വന്ന് സംസാരിക്കാം, സ്ത്രീധനവും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മനസ്സിലായോ? എല്ലാം ചാച്ചന്റെ ഇഷ്ടം പോലെ. അയ്യോ ചാച്ചനെന്ന് എനിക്ക് വയ്യ. നിന്റെ നല്ല സമയമാണ് ഞാൻ ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ വന്നത്. മനസ്സിലായോ? എത്രയും പെട്ടെന്ന് കെട്ടിച്ചു തരണേ. എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിച്ചു തരാം. ആ. പെണ്ണിന്റെ പേര് പറ. നിമ്മിമോൾ. നിമ്മിമോൾ. ഏത് പേര് പറഞ്ഞു? ഇവിടെ കൺട്രാക്ടിന്റെ നിമ്മിമോൾ. ആണ്ട നിന്റെ കൂട്ടുകാരന്മാര് അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞു. എവിടെ? എവിടെ എന്നാ? ഓ, ചേട്ടാ 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 തല്ലല്ലേ ചേട്ടാ ചേട്ടാ തല്ലല്ലേ ചേട്ടാ ചേട്ടാ തല്ലല്ലേ എന്ന്. ചേട്ടാ തല്ലല്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, നിന്റെ അച്ഛനോട് പറ. അതിന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ എന്റെ കെട്ടിയോന്റെ അടുക്കല പറഞ്ഞേ. കെട്ടിയവനാ? ആ ഇത് എന്റെ കെട്ടിയോൻ. കണ്ടുകൂടാടെ? അപ്പൊ അച്ഛനും മോളും അല്ലേ? ഇതെന്റെ ഭാര്യ. നോക്കടാ അങ്ങോട്ട്. രണ്ട് യുവമിഥുനങ്ങൾ നിൽക്കണ കണ്ടൂടെ? അവിടെ യുവമിഥുനം ഓക്കെ, ഇത് യുവ മുതുക്ക്. നീ ഇവിടുന്ന് പോ. അല്ല സംഭവം സത്യം പറയണേ, ഞാൻ ആദ്യം വന്നപ്പോ ഞാൻ മോളാണെന്ന് വിചാരിച്ചോണ്ടാ. സോറി. വിചാരിച്ച് കളഞ്ഞ് സംഭവം. കൺട്രാക്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കൺട്രാക്ടിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടത്തിയമ്മയാണല്ലോ. ഏട്ടത്തിമ്മയാണ്. ഏട്ടത്തിയമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 22. നിങ്ങൾക്കാ? എന്നാൽ ഇത് എങ്ങനെ കൺട്രാക്ട്? ഞാൻ ഇവിടെ എന്റെ മുഖത്തൊക്കെ സംസാരിക്കടാ. സത്യം പറ, ഇത് എങ്ങനെ? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണാലിറ്റി, എന്റെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഒരു കുറച്ച് സംഭവത്തിൽ അങ്ങ് വീണ് അത്ര തന്നെ. അപ്പൊ ഗർഭത്തിൽ കുടുങ്ങി അങ്ങനെ തലയിലായി. നീ എന്റെ BP കൂട്ടല്ലേ? അതല്ല ഇവിടെ ഒന്നും പറ്റൂല. നീ കളഞ്ഞിട്ട് പോ. എന്നെ കുന്നാല് ഇറങ്ങി പോടെ ഇവിടുന്ന്. കുറെ നേരമായി എന്റെ ഏട്ടനെ നിന്ന് കളിയാക്കാൻ തുടങ്ങിയിട്ട്. ഈ പ്രായത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചോണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സ്നേഹിച്ച് തന്നെ കെട്ടിയത്. നിങ്ങളൊന്ന് അപ്ഡേറ്റ് ആകും. ഞങ്ങൾ അല്ലെങ്കിൽ ഈ ജെൻസി പിള്ളേർക്ക് കുറച്ച് പ്രായം പക്വതയൊക്കെ ഉള്ളവരെ. അതെ, പക്വതയുള്ളവരെ കെട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ ഒരു സമാധാനം, ഒരു സ്റ്റാൻഡേർഡ്, ഒരു പവർ കാണും അല്ലേടി? ചക്കരേ മോളെ അകത്തോട്ട് പോ. എന്റെ ഭാര്യ പറഞ്ഞിട്ട് പോയ എന്താടാ? ഇനി വരുന്നിടത്ത് വെച്ചോ അനുഭവിച്ചോ. എന്തെന്ന് ഭാര്യ പറഞ്ഞിട്ടോ? എന്തുവാ ഏടാ അങ്ങോട്ട് അവളെ വായിന്നിരും. ജെൻസി പിള്ളേരെ ഇഷ്ടമെന്നല്ലയോ? ആ ജെൻസ് എന്ന് വെച്ചാ എന്താണ്? എന്താണ്? ആണ്.
ആമ്പിള്ളാരെ ഇഷ്ടമെന്നല്ലേ ആ പറഞ്ഞിട്ട് പോയത്. അങ്ങനെയാണോ അതിന്റെ ആണ്. ഒരു കാര്യം ചെയ്യൂ, സംഭവം എന്താണെന്നറിയാമോ? ഞാൻ പെണ്ണ് കെട്ടാൻ നേരത്തെ ബ്രോക്കർ ഈ കുട്ടിയെ ആലോചന കൊണ്ടുവന്ന്, ഒരു പാവപ്പെട്ട കുട്ടിയാണ്, നമ്മളതിൽ പിന്നെ പൂത്ത പൈസ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ജോത്സ്യനെ ചെന്ന് കണ്ട്. അപ്പൊ ജോത്സ്യം പറഞ്ഞ അവളെ സൂക്ഷിക്കണം, പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു പുരുഷന്റെ കൂടെ ഇവള് ഇറങ്ങി പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് വീട് മാറി ഞാൻ ഇവിടെ വന്നത്. മനസ്സിലായ? അതുകൊണ്ട് രാശി എനിക്കൊരു സഹായം ചെയ്യണം. ഒന്നുമല്ലെങ്കിൽ ഞാൻ ഒരു തൊഴിൽ പഠിപ്പിച്ച ആശാനല്ലേടാ നിന്നെ, എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം. എന്ത് വേണം? ആണുങ്ങളും ചെറുപ്പക്കാരും ഇല്ലാത്തൊരു ഏരിയയിൽ ഞങ്ങൾക്ക് ഒരു വീട് സംഘടിപ്പിച്ചതാടാ. അങ്ങനെ കിടുക്കൊരു സ്ഥലമുണ്ട്. ഉണ്ടാ? പറ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി ബാഗും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വാ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഉള്ളൂ കൊണ്ടുപോടാ നമുക്ക്. 22 വയസ്സുള്ള നിങ്ങളുടെ പെണ്ണുപിള്ള ഇല്ലയോ, അവളെ നേരെ വല്ല ലേഡീസ് ഹോസ്റ്റലിൽ ആക്കണം. ഓക്കെ, ആക്കാം. എന്നിട്ട് 52 നീ വല്ല ഊളംപാറയിലും പോയി കിടടാ. പിന്നെ ഈ വർഷം യവൻ ഇത്രയും സംശയം, യവനെയാണ് വല്ല ഊളംപാറയിലും കൊണ്ടാക്കണ്ടേ? വീട്ടിനകത്ത്